വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിൽ ശാലിനി വിളിച്ച് പറയുന്നുണ്ടല്ലോ രാഘവൻ നായരുടെ അടുത്ത് എത്തണം എന്നുള്ളത്. അതനുസരിച്ച് രാഘവൻ നായരും പിള്ളയും കൂടി ഭാമയാണെങ്കിൽ രാവിലെ അമ്പലത്തിൽ പോകുന്നുണ്ട്. ആ ഒരു സമയത്താണെന്ന് തോന്നുന്നു രാഘവൻ നായരും പിള്ളയും കൂടി ഓട്ടോയിൽ വിഷ്ണുവിൻ്റെയും ശാലിനിയുടെയും വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. അന്നേരം ശാലിനിയും വിഷ്ണുവും കുട്ടികളും ജയശ്രീയൊക്കെ അവിടെയുണ്ട്. ഓട്ടോയിൽ നിന്ന് പിള്ളയും രാഘവൻ നായരും ഒക്കെ ഇറങ്ങുമ്പോൾ അച്ചച്ചാന്നും പറഞ്ഞ് കുട്ടികൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ്. അന്നേരം സത്യാമ്മ വരില്ല എന്നുള്ളത് അവർക്ക് മനസ്സിലാവുന്നുണ്ട്, രാഘവൻ നായർ പറയുന്നുണ്ട്. അതിനുശേഷം അവരെല്ലാവരും കൂടി ഇരുന്ന് ഒരുമിച്ച് ആ ഒരു പിറന്നാൾ സദ്യ കഴിക്കുന്ന ആ ഒരു സീനൊക്കെ കാണിക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഇവർ തിരിച്ചു പോകുമ്പോൾ സത്യഭാമയ്ക്കുള്ള ആ ഒരു പങ്ക് കൊടുത്തു വിടുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം രാഘവൻ നായരും പിള്ളയൊക്കെ തിരിച്ചു ചെല്ലുമ്പോൾ അമ്പലത്തിൽ നിന്ന് ഭാമ എത്തിയിട്ടുണ്ട്. അന്നേരം പക്ഷേ ദേഷ്യത്തിലൊക്കെ നിൽക്കുന്നുണ്ട് സത്യഭാമ. അന്നേരം പിള്ളയാണെങ്കിൽ ആ ഒരു കവറെടുത്ത് സത്യഭാമയ്ക്ക് നേരെ നീട്ടിയിട്ട് ഇതൊക്കെ സത്യാമ്മയ്ക്ക് വേണ്ടി കൊടുത്തയച്ചതാണ്, കൊണ്ടുവന്നതാണ് എന്നിങ്ങനെ പറഞ്ഞ് നീട്ടുകയാണ്. അന്നേരം പക്ഷേ ഭാമ അത് വാങ്ങുന്നില്ല, ഇങ്ങനെ മുഖം തിരിച്ച് നിൽക്കുന്നേ ഉള്ളൂ. പക്ഷേ അന്നേരം എന്തോ ആലോചിച്ച് ഭാമ നിൽക്കുകയാണ്. രാഘവൻ നായർ അവിടെ ഇരിപ്പുണ്ട്, പൊന്നി അവിടെ നിൽപ്പുണ്ട്. ഇനി ഭാമ വാങ്ങിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. അതിനുശേഷമുള്ള സീനിലാണ് നൂറാണെങ്കിൽ കുടുംബശ്രീയിലേക്ക് എത്തുന്നതും അവിടെ നിൽക്കാമെന്ന് പറയുന്നത്. പക്ഷേ ഗോപാലകൃഷ്ണനാണെങ്കിൽ സമ്മതിക്കുന്നുമില്ല. പക്ഷേ അന്നേരം നൂർജഹാൻ ആണെങ്കിൽ ഇറങ്ങുന്നുണ്ട്. പക്ഷേ മുറ്റത്തേക്ക് ഇറങ്ങിയ ശേഷം ഗോപാലകൃഷ്ണനോട് ചോദിക്കുന്നുണ്ട്, എനിക്ക് ഒരു കാര്യം അറിയണം, നസീർക്കയ്ക്ക് എന്താ സംഭവിച്ചത് എന്നിങ്ങനെ നൂറ് ചോദിക്കുമ്പോൾ ഗോപാലകൃഷ്ണന് പക്ഷേ ഉത്തരവൊന്നും പറയാനായിട്ട് സാധിക്കുന്നില്ല. ഇങ്ങനെ നോക്കി നിൽക്കുന്നേ ഉള്ളൂ. ഈ 2-3 സീനാണ് പ്രൊമോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ സത്യഭാമയാണെങ്കിൽ ആ ഒരു ദേഷ്യവും വാശിയും ഒക്കെ ഉപേക്ഷിക്കുമോ എന്നുള്ളതൊക്കെയാണ്. പക്ഷേ സത്യം കണ്ടെത്താനാകാതെ സത്യഭാമ എന്തായാലും സത്യം അംഗീകരിക്കത്തുമില്ല. അതിന് കണ്ടെത്താനുള്ള വഴി എങ്ങനെ എന്നുള്ളതൊക്കെയാണ്. ഓക്കെ, അടുത്തടുത്ത എപ്പിസോഡുകളിൽ കാണാം. ഓക്കെ, താങ്ക് യു.